സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സ്വർണ്ണവിലയിൽ ഇന്ന് ഇടിവ് നേരിട്ടു. ഇന്ന് പവന് 1000 രൂപ കുറഞ്ഞ് 74,040 രൂപയും ഗ്രാമിന് 125 രൂപ കുറഞ്ഞ് 9,255 രൂപയുമായി. ഇന്നലെ പവന് 760 രൂപ വർദ്ധിച്ച് 75,040 രൂപയും ഗ്രാമിന് 95 രൂപ ഉയർന്ന് 9,380 രൂപയുമായിരുന്നു വില. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് സ്വർണ്ണവിലയിൽ 1,680 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. ഇത് സ്വർണം വാങ്ങാൻ കാത്തിരുന്നവരെ നിരാശയിലാക്കിയിരുന്നു. ഈ അവസരത്തിലാണ് സ്വർണത്തിൽ ആശ്വാസമെന്ന നിലയിൽ ഇന്ന് വിലക്കുറവുണ്ടായിരിക്കുന്നത്. ജൂലൈ മാസത്തിൻ്റെ തുടക്കം മുതൽക്കേ തന്നെ സ്വർണ്ണവിലയിൽ പ്രകടമായ കുറവ് രേഖപ്പെടുത്തിയിരുന്നു. ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയത് ജൂലൈ 9-നായിരുന്നു. അന്ന് പവന് 72,000 രൂപയായിരുന്നു വില. ജൂലൈ 18-ന് ശേഷമാണ് സ്വർണ്ണവിലയിൽ ഞെട്ടിപ്പിക്കുന്ന കുതിപ്പുണ്ടായത്. ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ. ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കാറുണ്ട്. അതേസമയം സംസ്ഥാനത്തെ വെള്ളി വിലയിലും ഇന്ന് കുറവ് രേഖപ്പെടുത്തി. ഇന്ന് ഗ്രാമിന് 128 രൂപയും കിലോഗ്രാമിന് 1,28,000 രൂപയുമാണ്. കഴിഞ്ഞ ദിവസം ഗ്രാമിന് 129 രൂപയും കിലോഗ്രാമിന് 1,29,000 രൂപയുമായിരുന്നു. വ്യാവസായിക മേഖലയിൽ നിന്നും വെള്ളിക്ക് മികച്ച വാങ്ങൽ താൽപ്പര്യമാണ് കാണിക്കുന്നത്. രാജ്യാന്തര വിപണിയിൽ വെള്ളിക്ക് ഔൺസിന് $39 വില. അന്താരാഷ്ട്ര വിപണിക്കനുസരിച്ചാണ് കേരളത്തിലെ വെള്ളി വില നിശ്ചയിക്കപ്പെടുന്നത്. ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ വിലയിൽ വരുന്ന കയറ്റിറക്കങ്ങളും വെള്ളി വിലയെ സ്വാധീനിക്കും. അടുത്ത മാസം വിവാഹ സീസൺ ആരംഭിക്കാനിരിക്കെ ജ്വല്ലറികളിൽ മുൻകൂർ ബുക്കിംഗാണ് സജീവമായിട്ടുള്ളത്. സ്വർണ്ണവില അടിക്കടി ഉയർന്നു തുടങ്ങിയതോടെ പലരും മുൻകൂർ ബുക്കിങ്ങിലേക്ക് മാറി. ബുക്ക് ചെയ്യുന്ന ദിവസത്തെ വിലയ്ക്ക് പിന്നീട് സ്വർണം വാങ്ങാൻ പറ്റുമെന്നതാണ് ഇതിൻ്റെ ഒരു നേട്ടം. വിദേശ വിപണികളിലെ ഉറച്ച വില നിലവാരം മാത്രമല്ല, രൂപയുടെ ഇടിവും വർദ്ധിച്ച ഡിമാൻഡുമാണ് ഇന്ത്യൻ വിപണിയിലെ സ്വർണ്ണക്കുതിപ്പിന് ആധാരം. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളായ ഇന്ത്യ ഇറക്കുമതിയിലൂടെയാണ് ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. US ഡോളറുമായുള്ള വിനിമയത്തിൽ ഇന്ത്യൻ രൂപ താഴോട്ട് പോകുമ്പോൾ സ്വർണത്തിൻ്റെ ഇറക്കുമതി ചെലവ് വർദ്ധിക്കുന്നു. ഈ വർധന ഉപഭോക്താക്കളിലേക്ക് കൈമാറ്റം ചെയ്യുന്നതോടെ ആഭ്യന്തര സ്വർണ്ണവില കൂടുന്നു. US ഡോളറിനെതിരെ രൂപ മൂല്യം എക്കാലത്തെയും താഴ്ന്ന നിലവാരത്തിലാണ് ഇപ്പോഴുള്ളത്. 5 വർഷത്തിനിടെ ഇന്ത്യൻ രൂപ 24% ഇടിവ് നേരിട്ടു. രാജ്യത്തെ സ്വർണ്ണവില ക്രമാതീതമായി വർദ്ധിക്കാൻ ഇത് ഇടയാക്കി. വിദേശ വിപണികളിൽ സ്വർണ്ണവില കുതിക്കുന്നതിന് പുറമെ കൂടിയ ഡിമാൻഡ് തുടരുന്നതും ഇന്ത്യയിൽ വില വർധനയ്ക്ക് വഴിവെച്ചു. നിലവിലുള്ള ആഭരണ ഡിമാൻഡിന് പുറമെ നിക്ഷേപ ഡിമാൻഡും വർദ്ധിക്കുന്നതായാണ് കണക്കുകൾ നൽകുന്ന സൂചന. ഹ്രസ്വകാലത്തേക്കെങ്കിലും ആഭ്യന്തര വിപണിയിൽ സ്വർണത്തിൻ്റെ ഡിമാൻഡ് നിലനിൽക്കുമെന്നതാണ് കണക്കാക്കുന്നത്. ദുർബലമായ ഇന്ത്യൻ രൂപയും ആഘോഷ സീസണിലെ വർദ്ധിച്ച ഡിമാൻഡുമാണ് അതിന് കാരണം. വില റെക്കോർഡ് ഉയരത്തിലായതിനാൽ ഇടയ്ക്കിടെ തിരുത്തലിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല.